ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന പോസിറ്റീവ് നെഗറ്റീവായ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ് നമ്മൾ ആ ടേംസിൽ വേണം പോകാൻ വേണ്ടി. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ എന്താണെന്ന് എംപ്ലോയർ ജഡ്ജ് ചെയ്യുന്ന സമയമാണത്. അപ്പം നമ്മൾ കാരണം ഇത് ഒത്തിരി ആളുകളൊന്നും പക്ഷെ ഇവർ ചെയ്യുന്ന ഹാർഡ് വർക്കാണ്. മെക്കാനിക് ആണെങ്കിലോ വെൽഡർ ആണെന്നൊക്കെ പറഞ്ഞ് ഓഫീസിൽ ഇരിക്കുന്ന ജോലി അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോഴേ ചിന്തിക്കണം. നമ്മളൊരു 3 മാസം എന്ന് പറയുന്നത് നമ്മളെ അവരെന്ത് ചെയ്യും? നമ്മൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്യൂട്ടി സമയത്ത് ഫോണിൽ കളിക്കുന്നു, വാട്സാപ്പ് നോക്കുന്നുണ്ടോ? അതിനി ആംസ്റ്റർ ആയിക്കോട്ടെ, വേറെ ഏജൻസി ആയിക്കോട്ടെ, ഇനി സ്വന്തം സുഹൃത്ത് നിങ്ങളെ യൂറോപ്പിൽ കൊണ്ടുപോയാലാണ് ഈ ഫോർമാലിറ്റി എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തേ പറ്റുള്ളൂ. നേരത്തെ വിദേശത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എവിടെയായിരുന്നു? ദുബൈയിൽ 2 വർഷം ഉണ്ടായിരുന്നു. ദുബൈയിൽ പോയി പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നു. പിന്നെ എങ്ങും പോയിട്ടില്ല. കാരണം യൂറോപ്പിലേക്ക് ഫസ്റ്റ് ടൈമാണ്. ഓക്കെ. അപ്പോൾ ഒരു UAE-യിലുള്ള ഒരു ലേബർ കൾച്ചറൊന്നും അല്ല യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഉള്ളത്. ഇന്ത്യയിൽ ഡിഫറെൻ്റാണ്. അപ്പം അതിൻ്റെതായ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ യൂറോപ്പിലോട്ട് പോകാൻ തീരുമാനിച്ചത് മേ ബി അവിടുത്തെ ക്ലൈമാറ്റിക് അല്ലെങ്കിൽ കൾച്ചർ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാവാം. അല്ലേ? ആണോ? ആണ്. ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന പോസിറ്റീവ് നെഗറ്റീവായ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ് നമ്മൾ ആ ടേംസിൽ വേണം പോകാൻ വേണ്ടി. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ ആദ്യത്തെ ഒരു 3 മാസം എന്ന് പറയുന്നത് യൂറോപ്പിൽ പ്രൊബേഷൻ പീരീഡ്. ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രൊബേഷൻ പീരീഡാണ്. നമ്മൾ എന്താണെന്ന് എംപ്ലോയർ ജഡ്ജ് ചെയ്യുന്ന സമയമാണത്. അപ്പം നമ്മൾ കാരണം ഇത് ഒത്തിരി ആളുകളൊന്നും ചിലപ്പോൾ നിങ്ങളുടെ ക്യാമ്പിലോ അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഒരു എംപ്ലോയർക്ക് ചിലപ്പോൾ നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യാനൊക്കെ ആളുകളുണ്ടാവും. അവർ പുറത്തുനിന്ന് നിങ്ങളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ഒരു ബാച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പറയുന്ന രാജ്യത്തോട്ട് പോയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പം അവരവിടെ ചെന്ന് അവർക്കുണ്ടായ ഏറ്റവും വലിയ പ്രൈസ് ഫസ്റ്റ് ഡേ തന്നെ അവർ ഒരു ആഹാരം കഴിക്കാൻ ക്ഷണിച്ചപ്പോൾ എംപ്ലോയർ കൂടെ തന്നെയാണ്. ഇത് എംപ്ലോയർ തന്നൊരു എക്സ്പ്ലനേഷനാണ്. ഒരു ആൽക്കഹോൾ വേണമെന്ന് ചോദിച്ചു. ചുമ്മാ ചോദിച്ചാണ്. മലയാളിയാണ്. എന്ത് പറഞ്ഞു? കഴിക്കുന്നവർ പറയും പോരട്ടെന്ന് പറയും. ഇത് കഴിച്ചിട്ട് നെക്സ്റ്റ് ഡേ ഒരു ജോലിക്കും പോകേണ്ടതാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ കഴിക്കാന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ, നമ്മളെ കഴിക്കും. പക്ഷെ ഇവർ ചെയ്യുന്ന ഹാർഡ് വർക്കാണ്. മെക്കാനിക് ആണെങ്കിലോ വെൽഡർ ആണെന്നൊക്കെ പറഞ്ഞ് ഓഫീസിൽ ഇരിക്കുന്ന ജോലി അല്ലല്ലോ. രാത്രി കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ രാവിലെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും. എസ്പെഷ്യലി നമുക്ക് പരിചയമില്ലാത്ത നാട്, ഫുഡൊക്കെ വ്യത്യസ്തമാണ്, കാലാവസ്ഥയും നമ്മൾ കൂട്ടല്ല, നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് പിറ്റേ ദിവസം പോയി പെർഫോം ചെയ്യാൻ പറ്റില്ലെന്നാണ് എംപ്ലോയർ പറയുന്നത്. അപ്പോൾ അവർ കംപ്ലൈൻ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇപ്പോഴേ ചിന്തിക്കണം. നമ്മളൊരു 3 മാസം എന്ന് പറയുന്നത് നമ്മളെ അവരെന്ത് ചെയ്യും? നമ്മൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഡ്യൂട്ടി സമയത്ത് ഫോണിൽ കളിക്കുന്നു, വാട്സാപ്പ് നോക്കുന്നുണ്ടോ, ഇൻസ്റ്റാഗ്രാമിൽ നോക്കുന്നുണ്ടോ? കാരണം നമുക്കാണ് ജോലിക്ക് ആവശ്യം. കാരണം നിങ്ങൾക്കറിയാം ഇതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോയപ്പോൾ അത്ര ഈസി അല്ല. അതിനി ആംസ്റ്റർ ആയിക്കോട്ടെ, വേറെ ഏജൻസി ആയിക്കോട്ടെ, ഇനി സ്വന്തം സുഹൃത്ത് നിങ്ങളെ യൂറോപ്പിൽ കൊണ്ടുപോയാലാണ് ഈ ഫോർമാലിറ്റി എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ആ എംപ്ലോയർ നിങ്ങളെ കണ്ടു, അതിൻ്റെ ഇടയ്ക്ക് അടുത്ത പ്രോസസ്സ്, അത് നിങ്ങൾ വെയിറ്റ് ചെയ്തു, അടുത്ത പ്രോസസ്സ്, ഇത് അതിനു വേണ്ടി ജോലി ചെയ്യാൻ ആളുകൾ വേണം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആൾ വേണം. അപ്പം ഈ ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസിപ്ലിൻ എന്ന സംഭവം നമ്മുടെ മനസ്സിലുണ്ടാവും. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഡേ 1 അവിടെ ഇറങ്ങി നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ സിമ്മൊക്കെ എടുക്കാറുണ്ട്. എംപ്ലോയർ നമ്മൾ സിമ്മ് കൊണ്ടുതന്നെ നമ്മൾ വെയിറ്റ് ചെയ്യും. നിങ്ങൾ എയർപോർട്ടിൽ വെച്ച് തന്നെ ഒരു കുറച്ചൊരു എമൗണ്ട് മാറ്റിക്കൊണ്ട് പോവുക. എയർപോർട്ടിൽ അവിടെ നമുക്ക് സിം എടുക്കാനുള്ള അവസരമുണ്ട്. അതൊക്കെ നമ്മൾ ആദ്യമേ നമ്മളങ്ങ് ചെയ്യുക. എംപ്ലോയറെ നോക്കും. ഒരു പുതിയ രാജ്യത്ത് ചെല്ലുമ്പോൾ ഇപ്പോൾ ദുബായിൽ പോയപ്പോൾ നമുക്ക് അവിടെ മലയാളികൾ ഒത്തിരി ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. ഇത് മലയാളികളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എയർപോർട്ടിൽ വെച്ച് തന്നെ അവിടെ നമുക്ക് ചോദിക്കാം, എനിക്ക് നിങ്ങൾ പോകുന്നത് ലീഗലായിട്ടാണ്, ഇല്ലീഗൽ അല്ല പോകുന്നത് അല്ലേ? ഒരു കമ്പനി നിങ്ങൾ അവിടെ പിന്നെ എംപ്ലോയ്മെന്റ് തന്ന അതിൻ്റെ എല്ലാ ഡോക്യുമെന്റും നിങ്ങൾക്ക് തന്നിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ വേണ്ട. ആ രാജ്യത്ത് നിങ്ങൾക്ക് കയറി പോകുന്നത് ഇല്ലീഗൽ പെർമിറ്റിലല്ല, ഒരു എംപ്ലോയർ നിങ്ങളെ കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സിം ഒക്കെ എടുത്ത് പതിയെ സമാധാനത്തോട്ട് പോകണം. പിന്നെ അതിൻ്റെ അക്കൗണ്ട് വേണം നമുക്ക്. അപ്പം സിം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഈ ഒരു എന്താ പറയുക, അത്യാവശ്യം മൊബൈൽ ലൈഫാണ് ഇപ്പം നമുക്കുള്ളത് അല്ലേ? 1 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 2 മണിക്കൂർ നമ്മൾ അവിടെ എത്തിയ ശേഷം വീട്ടുകാരെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വിഷമമാണ്. എല്ലായിടത്തും വൈഫൈ തപ്പി നടക്കണം. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു റിക്രൂട്ട്മെന്റ് ടീം അവിടെ ഉണ്ട്, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തിങ് ഇറ്റ് ഇസ് ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സിം എടുക്കാനുള്ള നടപടി അത് ചോദിക്കുക. അത് ചോദിക്കുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാമല്ലോ, പുറത്ത് പോയിട്ടുള്ള ഒരാളോട് അത് ചോദിക്കുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവിടെ ചെല്ലുമ്പോൾ എംപ്ലോയറോട് നമ്മൾ എൻ്റെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി എന്താണ്, ഞാൻ എന്ന് മുതലാണ് ജോലിക്ക് പോകേണ്ടത്, ഐ ആം റെഡി. നിങ്ങൾ ഡേ 1 മുതൽ എന്താവണം?
പോകുന്നതിൻ്റെ കുറച്ച് 2 ദിവസം പോകുന്ന ഒരു എക്സസൈസ് ഒക്കെ ചെയ്ത് ഫിറ്റ് ആയിട്ട് പോകും. കാരണം നമ്മൾ വേറൊരു ക്ലൈമറ്റിലോട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മളൊന്ന് ഡയറ്റ് ഒക്കെ എടുത്ത് ഒന്ന് ഭംഗിയായിട്ട് പോവുക. അപ്പോൾ എംപ്ലോയർക്ക് സന്തോഷം കിട്ടുന്നതാ, ഇയാൾ എന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ടൂറിസ്റ്റ് അല്ല, അയാൾ ജോലിക്ക് വേണ്ടി വന്ന. അപ്പം നമ്മളൊരു ബെറ്റർ ഇംപ്രഷൻ എംപ്ലോയർക്ക്, ചിലപ്പോൾ നമുക്ക് പറ്റാത്ത പണിയായിരിക്കും പറയുന്നത്, എനിക്കൊരു ട്രെയിനിങ് കിട്ടിയാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ എനിക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയാൽ നന്നായിരിക്കും. അത് എംപ്ലോയർക്ക് മനസ്സിലാവും. എനിക്ക് പണി അറിയത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, അല്ല നിങ്ങൾ പറയുന്നത്, എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മൾ ആ വിൽ പവർ കാണിക്കുമ്പോൾ എംപ്ലോയർക്ക്, അത് ഏത് എംപ്ലോയർക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പണിയാൻ വന്നവർക്ക് മനസ്സിലാവും. ആദ്യത്തെ ഒരു നല്ല സമയം, ഒരു 1 month 2 month ഈ മൊബൈൽ എന്ന സംഭവം നിങ്ങൾ എന്ത് ചെയ്യരുത്. വർക്ക് ടൈമിൽ എന്ത് വന്നാലും അത്യാവശ്യമാണ് ലഞ്ച് ടൈമിൽ, ബ്രേക്ക് ടൈമിൽ ഫോൺ എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കുക. അതങ്ങനെ എനിക്ക് കംപ്ലൈൻറ്റ് വരാറുണ്ട്. വർക്ക് ടൈമിൽ മലയാളി എന്ത് ചെയ്യും, കുത്തി വാട്സാപ്പിൽ വെറുതെ സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ശരിയായിരിക്കും. അപ്പം പണിയില്ല, നിങ്ങൾക്കറിയാം. ഇപ്പം മെക്കാനിക് എന്ന നിലയിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഫ്രീ ടൈം ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നാട്ടിലാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കൂത്താം. പക്ഷെ അവർക്ക് ആ ശീലമില്ല. ഇപ്പം നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ അവിടെ ഇത്ര യൂട്യൂബ് ചാനലൊന്നും ഇല്ല. അൽബേനിയയിൽ നിങ്ങൾ ഈ പോകുന്ന യൂറോപ്പിൽ ഏത് രാജ്യത്തും എന്തില്ല ഇതുപോലെ യൂട്യൂബ് ചാനൽ. നമുക്ക് എന്താ എന്തുണ്ട്, കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് ചെയ്യത്തുമില്ല. നമ്മൾ കാണിക്കുന്ന എന്താ പോലും അവർക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് കണ്ട് ചിരിക്കുന്നു. അവർ വിചാരിക്കും ഇവൻ ജോലിക്ക് വന്നതല്ലേ, കാരണം അവർ നമ്മൾ അടുത്തല്ല, ഇതിന് വേറെ CCTV ക്യാമറ ഉണ്ട്, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്. വേറെ കണ്ടുകൊണ്ടിരിക്കുക, അവൻ വരുന്നതുകൊണ്ട് അവൻ എപ്പോഴും എന്ത് ചെയ്യാം, ഫോണിലാണ്. ഇതാരെയും ബാധിക്കും. ഇപ്പം നമ്മളോട് പോയ നല്ല കാൻഡിഡേറ്റ്സ് ഉണ്ട്, ഇവന്മാർ ഫസ്റ്റ് ടൈം വന്നത് നല്ല വർക്കാണ്. നല്ല വർക്ക് എന്തോ അവർക്ക് ആ ആഴ്ച തന്നെ അവന്മാർ വർക്കിന് തന്നെ പോയി. അവന്മാർ ഈ മൊബൈൽ അഡിക്റ്റോ അങ്ങനെയൊന്നും അല്ലായിരുന്നു, നല്ല പിള്ളേരാണ്. അങ്ങനെ പോയിരുന്നവരും ഉണ്ട്. അവന്മാർക്ക് ആ ആഴ്ചയിൽ തന്നെ ഓവർ ടൈം ഇട്ട് കൊടുത്തു. ശനി ഞായറും വർക്ക് ചെയ്തപ്പോൾ എനിക്കിന്നിപ്പം ഒരു എത്ര വെച്ചു, ഒരു 1 lakh ഉറപ്പിച്ചവർ ഉണ്ടാക്കുന്നുണ്ട് ആദ്യത്തെ മാസങ്ങളിലൂടെയാണ്. ഞങ്ങൾക്ക് ഹാപ്പി ആക്കി തരുന്ന ക്ലയൻസും ഉണ്ട്, ഞങ്ങൾക്ക് പ്രതിസന്ധി ആക്കുന്ന ക്ലയൻസും ഉണ്ട്. പിന്നെ ഒരിക്കലും അവിടെ നിന്ന് ഒരു ഇല്ലീഗൽ ഇമിഗ്രേഷന് ശ്രമിക്കരുത്. എന്തുകൊണ്ടാണ് ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അപ്പുറത്തിരിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യക്കാരൻ വന്ന് പറയും, എടാ എനിക്ക് നിനക്കൊരു 800 രൂപ ശമ്പളം കിട്ടും, നിന്റെ പാസ്പോർട്ട് ഉണ്ട്, നീ ചാടിക്കും എന്ന് പറയും. ചാടിയാൽ നിങ്ങൾ ചാടി, പിന്നെ തിരിച്ചു കയറാൻ പാടായിരിക്കും. കാരണം നിങ്ങൾ ആരുടെ വിസയിലാണ് പോയെ, ഈ എംപ്ലോയറുടെ വിസയിലാണ് പോയി. നിങ്ങളൊരു വർഷം നിന്ന് അല്ലെങ്കിൽ ആ എംപ്ലോയർ ഓക്കെ ആയ ശേഷം ചിലപ്പോൾ നിങ്ങൾ എംപ്ലോയറോട് ചോദിക്കുക, എനിക്ക് ഇച്ചിരി ശമ്പളം കൂട്ടി തരാൻ പറ്റും. ഡെഫിനറ്റ്ലി അവരെ നിങ്ങൾക്ക് കൂട്ടി തരും. ഇനി അതല്ല, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ നല്ലതാണ്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ കേട്ടാം, അല്ലെങ്കിൽ ഞാൻ വന്ന ഏജൻസി പറയാം, നമുക്ക് ഒരാളെ തരാം, ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. നിങ്ങൾ നല്ല ടൈംസ് ആണെങ്കിൽ അവരെന്ത് പറയും, ഓക്കെ. യൂറോപ്പിൽ അങ്ങനെ പിടിച്ചു നിർത്തലൊന്നുമില്ല. ഇപ്പോൾ ഗൾഫിലെ പോലെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ല നിങ്ങൾ പോകും. അപ്പം നിങ്ങൾക്ക് എന്ത് ആ ഒരു ബന്ധം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ജോലിയിലൂടെയും നമ്മുടെ പെർഫോമൻസിലൂടെയും നമ്മുടെ ഡിസിപ്ലിനിലൂടെയും. ഇപ്പം നിങ്ങൾ കഴിക്കുന്ന ആളാണെങ്കിൽ അത് കുറച്ച് കാലത്തേക്കെങ്കിലും ഒന്ന് മാറ്റി വെക്കണം, അവർക്കത് ഫീൽ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അവരുടെ ഭാഗമായ ശേഷം നിങ്ങൾ എന്ത് കാണിച്ചാലും അവർക്ക് പ്രശ്നമില്ല. കാരണം അവർക്കതറിയാം നിങ്ങൾ എന്താണ്, അവിടെ ജോലിക്ക് വന്നാണ്. ആ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ, എന്തിനാ ഈ പ്രൊബേഷൻ പീരീഡ് വെക്കാൻ, അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഉണ്ടോ, എന്തിനാ ഈ പ്രൊബേഷൻ പീരീഡ് വെക്കുന്നത്, മനസ്സിലാവാൻ. അത് എവിടെയാണല്ലോ ഉണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്, നമ്മൾ ഇത്രയും സമയം മെനക്കെടുത്തി, സാമ്പത്തികം മെനക്കെടുത്തി, അല്ലെങ്കിൽ ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് യൂറോപ്പിലോട്ട് പോകുന്നത്. അപ്പം Day 1 മുതൽ നമുക്ക് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പ്രോബ്ലമാണ്, എംപ്ലോയർക്ക് അതിനെക്കാട്ടി പ്രശ്നമാണ്, ഞങ്ങൾക്ക് അതിനെക്കാട്ടി പ്രശ്നമാണ്. ഇതിന്റെ പുറകെ നമ്മൾ നടക്കണം. നിങ്ങളെ വിട്ട് കഴിഞ്ഞ് നിങ്ങൾ സേഫാണ്, നിങ്ങളെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ എംപ്ലോയർ, ഇപ്പൊ നിങ്ങൾ പോകുന്ന അതേ കമ്പനി തന്നെ നമ്മുടെ ക്ലയന്റ് ഉണ്ട് അല്ലേ, ഉണ്ട്. അവരെന്തോ നമ്മളെ വിളിക്കുന്നത്, കുഴപ്പമില്ല, അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീം ഓവർടേക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത്. ഒരാവശ്യം വരും അടുത്ത കമ്പനി, ഈ നിങ്ങൾ നല്ല പെർഫോമൻസ് ആണെങ്കിൽ എനിക്ക് എന്തുള്ളൂ, അവിടെ അടുത്തൊരു ഓർഡറൂടെ എന്നാൽ പിന്നെ കേരളക്കാരെ എടുക്കുമ്പോൾ നമുക്ക് തരത്തുള്ളൂ അവാർഡ്. അപ്പൊ ഞങ്ങളുടെ ബിസിനസിന്റെ അത് സന്തോഷമല്ല, അവിടെ ഞങ്ങൾക്കും 10 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആൾക്കാർ വിടണ്ടേ. ഇപ്പൊ നിങ്ങൾ പോയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച ഫീസ് പോയി ഞങ്ങൾ തിരിച്ചറിയണ്ടേ, ഞങ്ങൾ അതിന് ബാധ്യസ്ഥരാണ് അല്ലേ. അപ്പം നിങ്ങൾ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യം, അനുഭവത്തിന് വിളിച്ചിട്ടില്ല. ഒരു ഏജൻസി ഇത് ഇങ്ങനെ പറഞ്ഞു തരില്ല, നിങ്ങൾ പൊക്കോ അവിടെ എല്ലാം സ്വർഗമാണ്, അങ്ങനെയൊന്നുമല്ല. ആദ്യത്തെ ഒരു 3 മാസം നല്ല രീതിയിൽ ദുബായി പോയപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡേ മുതൽ ഹാപ്പിയാണോ, ഭയങ്കര സംഭവമാണോ, അല്ല. നമ്മളൊരു ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി മിനിമം സമയം എടുത്തിട്ടുണ്ടാവും, ഉണ്ട്. അപ്പൊ അത് എന്തായാലും ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ചുകൂടെ നിങ്ങൾ കരുതുക. നമ്മൾ ഒത്തിരി ഇതൊന്നും പറഞ്ഞു തരാൻ മലയാളി ഉണ്ടാവില്ല, നിങ്ങളെ ചാടിക്കാൻ നോക്കാൻ ആൾക്കാരുണ്ടാവും. നിങ്ങളൊരു 500 യൂറോ അടച്ചാൽ ഞാനൊരു ഇത്രയും രൂപ ശമ്പളത്തിന് വാങ്ങിച്ചാൽ നീ ചാടിക്കും, പാസ്പോർട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇല്ലീഗലായി. അയാൾ എന്ത് ചെയ്യും, ആ എംപ്ലോയർ എന്ത് ചെയ്യും, കംപ്ലൈന്റ് ചെയ്യും. അയാളെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ, ഇല്ല.
സോ ഈ ഒരു ബന്ധത്തിൽ പോവുക. നിങ്ങളിപ്പോൾ വിട്ടിരിക്കുന്ന കമ്പനിയെ പറ്റി ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അവിടെ ഞങ്ങളുടെ തൊഴിലാളികളുണ്ട്. അപ്പം അവരുടെ പല കമ്പനികളും നമ്മുടെ തൊഴിലാളികളുണ്ട്. ഞാൻ ഈ പറഞ്ഞു തന്നതിൽ വിഷമമൊന്നും വിചാരിക്കരുത്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ നിങ്ങളുടെ കുടുംബത്തിനോ, കാരണം അവരൊക്കെ പ്രതീക്ഷയോടല്ലേ ഇവിടുന്നേ. അപ്പം നാളെ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് ഞാൻ ഓർത്തിട്ട് പറഞ്ഞു തരുന്നതാണ്. അത് നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലതിനാണ്. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ അജു അന്നേ പറഞ്ഞതാണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്. പറഞ്ഞു തന്ന കാര്യം എനിക്ക് അനുഭവങ്ങളാണ്. പലരും ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യും, തിരിച്ചു തന്നെ ചിന്തിക്കും. ഒന്നാമത് മാരീഡാണോ നിങ്ങൾ? അതെ. അങ്ങനെ അല്ലാത്തവർക്ക് കുറച്ചൊരു പ്രശ്നമുണ്ട്. അവർക്ക് ചാടിപ്പാളത്തോടെ കൂടുതലാണ്. എന്നാൽ 2 വർഷം ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം, പാസ്പോർട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഇനിയും നല്ല കാര്യങ്ങൾ പറയാം. നിങ്ങളൊരു വർഷമൊക്കെ നിൽക്കുകയാണെങ്കിൽ ഏത് യൂറോപ്യൻ രാജ്യത്തിനും ഗുണം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ടുള്ള പോക്ക് നല്ലതായിരിക്കും. മേ ബി നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് അടുത്ത രാജ്യത്തോട്ട് പോകാം, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് എക്സ്പീരിയൻസ് ആയ അടുത്ത നല്ല കമ്പനി മാറുന്നത്, അല്ലെങ്കിൽ ഇതേ കമ്പനി തന്നെ നിങ്ങൾക്ക് നല്ല സാലറിയിലോട്ട് മാറ്റുന്നതിന് സാധിക്കും. ഈ ജോലി ടൈമൊക്കെ കൃത്യമായിരിക്കും. നിങ്ങൾക്ക് ഇത്ര അതിനുശേഷം ഓവർ ടൈം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ സാലറി അവരെന്ത് ചെയ്യും, അവരുടെ ലോ എങ്ങനെ തന്നെയാണ്, നിങ്ങൾ സാലറി അത് ക്ലെയിം ചെയ്യും. കിട്ടുന്ന സാലറി കൃത്യമായിരിക്കും. പിന്നെ ഈ കമ്പനിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് സാലറി ഫ്ലൈറ്റ് ടിക്കറ്റ് റീഇംപ്ലേസ്മെന്റ് ഉണ്ട്. റീഇംപ്ലേസ്മെന്റ് നല്ല കാര്യം തന്നെ. നിങ്ങളിപ്പോൾ ഈ മുടക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റും തിരിച്ചു കിട്ടും, റിട്ടേൺ ടിക്കറ്റും അവർ കമ്പനി നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. കമ്പാരിറ്റീവ്ലി വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്ക് എംബസി പോയി ക്യൂ നിൽക്കേണ്ട വിസ പ്രോസസ്സിന് അതൊക്കെ നമുക്ക് നല്ല പോസിറ്റീവ് ആയിരുന്നു ഈ ഒരു പ്രോസസ്സിൽ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിൻ്റെ ഒരു സർവീസും സപ്പോർട്ടും? ഹാപ്പിയാണോ? ഇതെങ്ങനെയാണ് ഞങ്ങളെ പറ്റിയൊക്കെ അറിഞ്ഞ്? ഓ ഓക്കെ. അപ്പം പ്രോസസ്സ് എത്ര സമയം എടുത്തു? 1 വർഷത്തോളം എടുത്തോ? ഒരു 10 മാസം എടുത്തു. ഞാൻ ആദ്യം നമ്മൾ ഇത്രയും സമയം മുടക്കിയാണ് ഇതിൽ പറയുന്നത്. ഈസി അല്ല, നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം ഓരോ സ്റ്റേജും നമ്മളായിട്ട് ഡിലേ ഉണ്ടാക്കണ്ടേ. ഇതിങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ കടന്നു പോവുള്ളൂ. ഇതുവരെ എത്തി. ഫ്ലൈറ്റ് എന്നത്തേക്കാ? 26. ഇതിന് സമയമില്ലല്ലോ. 3 ദിവസം. ഈ 3 ദിവസം ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്യണം. കാരണം നമ്മൾ പുതിയ കൺട്രി, പുതിയ ക്ലൈമറ്റ്. നിങ്ങൾ പോകുന്നൊരു ഓഫീസ് വർക്കല്ല. ഉദാഹരണം നിങ്ങളിപ്പോൾ ഒരു ഓഫീസ് വർക്കിന് പോവുകയാണെങ്കിൽ ഞാനിത് പറയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല. നിങ്ങൾ തണുപ്പത്തോട്ടാണ് പോകുന്നത്. ഇവിടെ ഇപ്പം നല്ല ചൂടാണ്. ആലപ്പുഴ ചൂടല്ലേ? അതേക്കെ. അപ്പം നിങ്ങൾ ഇറങ്ങാൻ പോകുന്നത് അൽബേനിയയിൽ ഇപ്പോൾ ക്ലൈമറ്റ് എത്ര 14 പോകുന്ന രാജ്യത്ത്. അപ്പോൾ ആ ക്ലൈമറ്റിലൂടെ പോയി നമ്മൾ പണിയെടുക്കാൻ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതായ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ആദ്യമുണ്ട്. ഫസ്റ്റ് ഡേ ഒന്ന് ഡയറ്റൊക്കെ ചെയ്ത് നോക്കും. പിന്നെ അവിടുത്തെ ഫുഡ് ഹാബിറ്റ് ഇപ്പോഴേ ഒന്ന് പ്രാക്ടീസ് ചെയ്യും. എഗ്ഗും ബ്രെഡും ഒക്കെ ഒന്ന് കഴിച്ച് ഒന്ന് 2-3 ദിവസം കിട്ടി ഒന്ന് കഴിച്ചു നോക്കി. ഇതൊക്കെ എങ്ങനെ നമ്മളെ ബാധിക്കുന്നതെന്ന് ഇപ്പോഴേ നമ്മൾ മനസ്സിലാവണം. അവിടെ വേറെ ഫുഡ് ഉണ്ടാവാം, ഇവിടെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഇന്ത്യൻ ഫുഡ്. പക്ഷെ അത് വെച്ച് കഴിക്കാനുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ അതെന്തായാലും സെറ്റാവാൻ സമയം എടുക്കത്തില്ലോ. അതൊക്കെ പിന്നെ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത ബാച്ച് ഞങ്ങളുടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ കൊണ്ട് ഞങ്ങൾ കൊടുത്തു വിടയ്ക്കാം. പക്ഷെ ഈ ഒരാഴ്ച നിങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യും? ഈ ഭക്ഷണം നമ്മളൊന്ന് കഴിച്ച് ശീലിക്കുക. എന്നിട്ട് ആ എഗ് വൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓംപ്ലേറ്റ് അടിച്ചോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഗ്ഗും ബ്രെഡും അതൊക്കെ ഒന്ന് അതിൽ നമ്മുടെ ശരീരം പറ്റുമെന്നൊന്ന് നോക്ക്. വീട്ടിലും പറയാം, എനിക്ക് 2 ദിവസത്തേക്ക് അത് മതി. കാര്യം ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ ഒരാഴ്ച ഭക്ഷണം എന്തായിരിക്കും. പെട്ടെന്ന് ഈ ചോറും കറിയും നമ്മൾ മാറുമ്പം അന്നേരം തണുപ്പ രാജ്യത്തുനിന്ന് അത് മാറുമ്പോൾ കിട്ടുന്ന ഒരു ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോഴേ നമ്മളൊന്ന് 3-4 ദിവസം നിങ്ങളിലുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞത് വളരെ പേഴ്സണലി പറഞ്ഞതാണ്, നമ്മളെ അനുഭവം കൊണ്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അഭിജിത്ത് എന്തായാലും ഫ്ലൈ നിങ്ങൾക്ക് എയർപോർട്ടിൽ ഉണ്ടാവും, ഒന്ന് നിങ്ങളെ വിടാൻ വേണ്ടിയിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളോട്? അപ്പോൾ ഇതിൻ്റെ വിസ ഞാൻ ഒഫീഷ്യലി ഹാൻഡ് ഓവർ ചെയ്യാം. ഇത് നമ്മുടെ വിസ, ഇത് മതി എയർപോർട്ടിൽ. ഇത് അക്കോമഡേഷൻ്റെ കമ്പനിയുടെ അപ്രൂവലാണ്. ഇത് ഡിക്ലറേഷൻ ഇത് വെച്ചോളൂ. ഇത് നമ്മുടെ ജോബ് കോൺട്രാക്ട്. ഈ 3 ഡോക്യുമെൻറ്റുമാണ്. ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പ്രിൻ്റോടെ കൊടുത്തേക്കാം. ഈ 3 ഡോക്യുമെൻ്റ് എയർപോർട്ടിൽ ചോദിക്കുക. നോർമലി എയർപോർട്ടിൽ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് വരും, അല്ലെങ്കിൽ എംപ്ലോയർ അവിടെ ഉണ്ടാവും നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി. നമ്പരും നമ്മുടെ കോർഡിനേറ്റർ വരെ എയർപോർട്ടിൽ നിന്ന് തന്നെ പിക്ക് ചെയ്യും. ഫസ്റ്റ് മേ ബി ടെമ്പററി അക്കോമഡേഷനിലൊക്കെ ആയിരിക്കും കൊണ്ടുപോവുക. ഇപ്പം നമ്മുടെ ഒരു ടീം അവിടെ ഉള്ളത് കൊണ്ട് മേ ബി ഇതേ സമയം സെയിം നിങ്ങളുടെ കൊളീഗായിട്ട് ഒരാളുണ്ട്, ചിലപ്പോൾ അക്കോമഡേഷനിലോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. ടെമ്പററി അക്കോമഡേഷനിലാണ് ഞാൻ ഈ ഫുഡിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞത്. ചിലപ്പോൾ അവിടുത്തെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ടെമ്പററി അല്ല, കംപ്ലീറ്റ് അക്കോമഡേഷൻ കിട്ടുവാണ്. ഡേ 1 മുതൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ചെന്നിറങ്ങി പിറ്റേ ദിവസം മുതൽ ജോലിക്ക് പോകേണ്ടി വരും. അവിടെ ഒരു റെസ്റ്റോ റിലാക്സേഷൻ ആദ്യം ഉണ്ടാവില്ല, കാരണം ഇത് റണ്ണിങ് പ്രോജക്റ്റാണ്. അപ്പം അങ്ങോട്ട് തന്നെ നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടി വരും. പിന്നെ സിമ്മിൻ്റെ കാര്യം മറക്കരുത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ചെന്ന് വൈഫൈ കിട്ടിയില്ല, അത് എന്തെങ്കിലും ചെറിയ എമൗണ്ട് കൈ കൊണ്ടുപോകുമോ, കാരണം നിങ്ങൾക്ക് പേഴ്സണൽ ആവശ്യം വരും. ഒന്ന് നെറ്റൊക്കെ റീചാർജ് ചെയ്ത് തന്നെ വെക്കുക. അപ്പോൾ ഇത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഓക്കെ.